യൂണിറ്റ് 4 വാട്ട് ഈസ് ലിറ്ററേച്ചർ, വാട്ട് ഈസ് എ ടെക്സ്റ്റ്. എന്താണ് സാഹിത്യം, എന്താണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊരു ചർച്ചയാണ് തുടങ്ങുന്നുള്ളത്. അതായത് എഴുതപ്പെട്ട എല്ലാം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുകൂടാ. അതിൽ തന്നെ ഒന്നും കൂടി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, കലാപരമായിട്ടുള്ള, സൗന്ദര്യാത്മകമുള്ള എഴുത്തുകൾക്ക്, രചനകൾക്കൊക്കെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. എന്നാൽ സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എറ്റിമോളജിക്കൽ സെൻസ്, അതിൻ്റെ പദോൽപത്തി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ പ്രൊഡക്റ്റ്, ഉൽപ്പന്നം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഉൽപ്പന്നം എന്ന രൂപത്തിലേക്കാണ് സാഹിത്യത്തിനെ വായിക്കലായിരിക്കും ഒന്നും കൂടി എളുപ്പം. ഏതായാലും ഒരു സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ ശേഷിപ്പായിട്ടാണ് സാഹിത്യങ്ങൾ നിലകൊള്ളുന്നുള്ളത്. പഴയ കാലഘട്ടത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ സാഹിത്യത്തിലൂടെയാണ് വായിച്ചറിയുന്നുള്ളത്. എന്നാൽ ഈ സാഹിത്യം തന്നെ പല രൂപത്തിലുണ്ടായിരുന്നു. പഴയ കാലത്തെ പല കാര്യങ്ങളും നമ്മൾ ചരിത്രങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രാതീത കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊത്തുപണികളുടെയും കല്ലുകൾ കൊത്തിവെച്ച കാര്യങ്ങളുടെയൊക്കെയാണ്. അപ്പോൾ ആ രൂപത്തിൽ സാഹിത്യങ്ങൾ നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കാനും പഴയ കാലത്തെ സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗിച്ചിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലിറ്ററേച്ചർ കേവലം ഒരു എഴുത്തുകുത്ത് മാത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ കൊത്തുപണികൾ അതൊരു സാഹിത്യത്തിൻ്റെ രീതിയായിരുന്നു. മാത്രമല്ല ഓറലായിട്ടുള്ള വാമൊഴികളായിട്ടുള്ള ചൊല്ലുകളും പഴയ ഫോക്ക് സോങ്ങുകളും നാടൻ പാട്ടുകളൊക്കെയും ഒരുതരം സാഹിത്യരീതി തന്നെയായിരുന്നു. ആ ഒരു സാഹിത്യരീതി പിന്നീട് അത് ടെക്സ്റ്റുകളിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രാഫിക് ആയിട്ടുള്ള, വിഷ്വലായിട്ടുള്ള സാഹിത്യ രീതികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്ത് വളരെ രസകരമായിട്ടുള്ള ചിത്രപ്പണികളിലൂടെ കാലിഗ്രഫി പോലത്തുള്ള മാനുസ്ക്രിപ്റ്റുകളൊക്കെ പഴയ കാലത്തൊക്കെ രചിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള വിഷ്വൽസൊക്കെ അനുസരിച്ചിട്ട് പല അർത്ഥതലങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. ആ രൂപത്തിൽ സാഹിത്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെയും പ്രിൻ്റ് വന്നതോടുകൂടി, പ്രിൻ്റിലേക്ക് മാറുന്നതോടുകൂടി അത്തരം ഗ്രാഫിക്കുകൾ, വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ റെലവൻസ് കുറയുന്നൊരു രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പഴയ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ ഒരു സാഹിത്യ വിഭാഗത്തിൽ ഇന്നും നിലനിൽക്കുന്നത് ഡ്രാമയാണ്. പക്ഷെ അതിന് തന്നെ അതിൻ്റെ പുതിയ ആധുനിക രൂപമായിട്ടുള്ള സിനിമ രൂപത്തിലാണ് ഡ്രാമകൾ ഇന്ന് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പഴയ കാലത്തെ സാഹിത്യ രൂപങ്ങളും പുതിയ കാലത്തെ പ്രിൻ്റ് മീഡിയകളും തമ്മിൽ ചേരുമ്പോൾ സാഹിത്യം എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ, ആ ഒരു കോംപ്ലിക്കേഷൻ അവിടെ നിലനിൽക്കുകയാണ്. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കലാപരമായിട്ടുള്ള, ആസ്വാദനപരമായിട്ടുള്ള ടെക്സ്റ്റുകളെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രചനാ രീതികളെ, സാഹിത്യ രീതികളെ നമുക്ക് ലിറ്ററേച്ചർ എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി അടുത്തത് ജോൺറെ, ടെക്സ്റ്റ്, ടൈപ്പ് ആൻഡ് ഡിസ്കോഴ്സ്. ഈ സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് ജോൺറെ എന്ന് പറഞ്ഞത്. എന്താണ് ജോൺറെ? ജോൺറെ എന്ന് പറഞ്ഞാൽ സാഹിത്യ വിഭാഗം എന്ന് പറയാം. ഒരു സാഹിത്യത്തിനെ തന്നെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എപ്പിക്, ഡ്രാമ, പോയട്രി, ഇവകളെയാണ് നമുക്ക് ജോൺറെ എന്ന് വിളിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് സാഹിത്യ വിഭാഗങ്ങൾ കണ്ടാൽ അതിൽ ഈ മൂന്നാലൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. എപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ കഥകൾ ചൊല്ലുന്നൊരു രീതിയെ നമുക്ക് എപ്പിക് എന്ന് വിളിക്കാൻ സാധിക്കും. അതായത് നോവലുകളൊക്കെ നമുക്ക് അവർ എപ്പിക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു കഥയെ ബേസ് ചെയ്തിട്ട് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുക, സിനിമ, ഈ രൂപങ്ങൾക്ക് ഡ്രാമയിൽ പറ്റും. പോയട്രി എന്ന് പറഞ്ഞാൽ കവിതകളാണ്, കവിതാ സമാഹാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ജോൺറകൾ പരിചയപ്പെടുന്നത്. എന്നാൽ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശാലാർത്ഥത്തിൽ അതിൽ ലീഗൽ ടെക്സ്റ്റുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. കോടതികളിൽ എഴുതുന്നതും അതേപോലെ തന്നെ ഡോക്യുമെൻറ്റുകൾ എഴുതുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശാലാർത്ഥത്തിൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് അതൊരു ലിറ്ററേച്ചറാണ്, സാഹിത്യമാണെന്ന് പറഞ്ഞുകൂടാ. മറ്റൊരു ചർച്ച ഇതിൽ വന്ന ഒരു വാക്കാണ്, ഒരു കീവേഡാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ചർച്ച, വ്യവഹാരം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു കണ്ടൻറ്റിനെയോ, ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റിനെയോ, അല്ലെങ്കിൽ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണത്തിന് ജെൻഡർ, അതല്ലെങ്കിൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള LGBTQ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള തീമുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ചർച്ചകൾ, വ്യവഹാരങ്ങളാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലിറ്ററേച്ചറിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസാണ്. അതിൻ്റെ പ്രാഥമികവും
സെക്കൻഡറിയുമായിട്ടുള്ള സോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടെണ്ണം സാഹിത്യങ്ങളിൽ തന്നെ കൃതികളിൽ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കൃതി. ഉദാഹരണത്തിന് ഇപ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ഉദാഹരണത്തിനായി എടുക്കുകയാണെങ്കിൽ, അത് ആ കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സോഷ്യൽ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് രചിക്കപ്പെട്ടിട്ടുള്ള ഒറിജിനൽ വർക്കാണ്. ചാൾസ് ഡിക്കൻസിൻ്റെതാണെങ്കിലും ഇങ്ങനെയൊക്കെ. ഇതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം രചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സോഷ്യൽ റിയാലിറ്റിയെ വരച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം രചനകളെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പഠിച്ച് അതിൽ നിന്നും പിന്നീട് പുതിയ കണ്ടെത്തലുകൾ രൂപപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമുക്ക് സെക്കൻഡറി ലിറ്ററേച്ചർ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇത്തരം സെക്കൻഡറി ലിറ്ററേച്ചറുകൾ ജേണലുകളിലൊക്കെ പബ്ലിഷ് ആകുന്ന അക്കാഡമിക് വർക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്, നിലവിലുണ്ടായിട്ടുള്ള ഒറിജിനൽ വർക്കുകളെ കീറി മുറിച്ച് അതിൽ നിന്ന് പഠിച്ച് അതിൽ നിന്ന് കുറേ ഫിലോസോഫിക്കൽ എൻ്റർപ്രൈസസുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. അതിലൂടെ അന്ന് നിലനിന്നിരുന്ന സൊസൈറ്റൽ കണ്ടീഷൻസ്, സിറ്റുവേഷൻസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഈ രൂപത്തിൽ നിലവിലുള്ള വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയതായിട്ട് ചെയ്യുന്നതിനേക്കാണ് സെക്കൻഡറി വർക്ക് എന്ന് പറയുക. ഇനി അവിടെ ടേബിളിൽ സെക്കൻഡറി സോഴ്സസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഫോമുകൾ, വ്യത്യസ്ത രൂപങ്ങൾ പറയുന്നുണ്ട്. എസ്സേ, നോട്ട് എഴുതുക, ബുക്ക് റിവ്യൂ. ഇപ്പോൾ ഒരാൾ ഒരു പുസ്തകം രചിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ഒരു ഒറിജിനൽ വർക്ക്, ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ അത് ആ ഒറിജിനൽ വർക്കാണ്, പ്രൈമറി സോഴ്സാണ്, ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു രചനയാണ്. എന്നാൽ ആ പുസ്തകത്തിൻ്റെ നന്മകളും തിന്മകളൊക്കെ പറഞ്ഞുകൊണ്ട് റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി വർക്കാണ്. കാരണം ഓൾറെഡി ഉള്ളൊരു ഒറിജിനൽ വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ ബുക്ക് റിവ്യൂ കൊടുത്തിട്ടുള്ളത്. റിവ്യൂ ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിളിനെ റിവ്യൂ ചെയ്യുക. മോണോഗ്രാഫ്, അതൊക്കെ അതാണ്. മോണോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസേർട്ടേഷന്, അതേപോലെ തന്നെ റിസർച്ച് ബുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല. ഒരാൾ റിസർച്ച് PhD ഒക്കെ ചെയ്തിട്ട് അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളായിരിക്കാം. അങ്ങനെ പഠനം നടത്തി ഉണ്ടാക്കുന്ന ഡിസേർട്ടേഷനുകളാണ് മോണോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അതും ഇത്തരം സെക്കൻഡറി വർക്കുകളിൽ വരുന്നതാണ്. എന്നാൽ ചില സമയത്ത് ഈ ഒരു പ്രൈമറി സെക്കൻഡറി നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു രീതി ഉണ്ടാകും. ഉദാഹരണത്തിന് സെക്കൻഡറി സോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒറിജിനൽ ടെക്സ്റ്റ് എന്നായിരിക്കുമല്ലോ ഈ ഒരു സെക്കൻഡറി ലിറ്ററേച്ചർ പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഒറിജിനൽ ടെക്സ്റ്റിലുണ്ടാകുന്ന കാര്യങ്ങൾ ഇവിടുന്ന് കോട്ട് ചെയ്യുകയും അങ്ങനെ ഫൂട്ട് നോട്ടുകളും എൻഡ് നോട്ടുകളും കൊടുക്കുകയും ഏതൊക്കെ റെഫറൻസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നതിനുള്ള റെഫറൻസുകൾ ബിബ്ലിയോഗ്രഫിയിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് സെക്കൻഡറി വർക്കിലുള്ളത്. എന്നാൽ T.S. എലിയട്ടിൻ്റെ കവിതയായിട്ടുള്ളത് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ വർക്കായിട്ടാണ്, പ്രൈമറി വർക്കായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളെങ്കിൽ കൂടിയും അതിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം സെക്കൻഡറി ലിറ്ററേച്ചറുകളിൽ കാണുന്ന എൻഡ് നോട്ടുകൾ, റെഫറൻസുകളൊക്കെ കൊടുത്തിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലും പലപ്പോഴും ഈ ഒരു സാഹിത്യം, ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈമറിയും സെക്കൻഡറി സോഴ്സസും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് വ്ളാഡിമിർ നബോക്കോവിൻ്റെ നോവലായിട്ടുള്ള പേൽ ഫെയർ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ ഈ രൂപത്തിൽ ഈ രണ്ട് നിയമങ്ങളെ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറികളെ ബ്രേക്ക് ചെയ്യുന്ന രചനകൾ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക.